ആദ്യം നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഏക കേന്ദ്രമന്ത്രിയുടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ കാണാം. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കോഴിക്കോട്ടെ ദശാവതാര ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോഴുള്ള രംഗമാണിത്. കേന്ദ്രമന്ത്രിക്ക് വഴിയൊരുക്കി പോകുന്നതിനിടയിൽ ഒരു ഭക്തന്റെ കൈ അറിയാതെ മന്ത്രിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ അയാളുടെ കൈ ഞൊടിയിടയിൽ കയറിപ്പിടിച്ച് തിരിച്ച് തള്ളിമാറ്റി രൂക്ഷമായി നോക്കുന്ന സുരേഷ് ഗോപിയെയാണ് വീഡിയോയിൽ കാണുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരാളുടെ കൈ തട്ടി മാറ്റിയാൽ ആഹാ, എന്നാൽ അതെങ്ങാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണേൽ ഓഹോ. സംഭവം നടന്നിട്ട് 3 ദിവസമായി. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളോ ആയിരക്കണക്കിന് വരുന്ന യൂട്യൂബ് ചാനലുകളോ മന്ത്രിയുടെ ഈ പെരുമാറ്റം ധാർഷ്ട്യം എന്ന് പറഞ്ഞ് വാർത്ത നൽകുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തില്ല. ഇനി ചെയ്യാനും പോകുന്നില്ല. എന്നാൽ 80 വയസ്സിനടുത്ത് പ്രായമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു ചുവട് പിഴച്ചാൽ അത് വൻ വിവാദവും വാർത്തകളുമാക്കി ആഴ്ചകളോളം കേരളത്തെ പിടിച്ചു കുലുക്കുന്ന വാർത്തയാക്കിയും പരിഹസിച്ചും ആഘോഷിക്കുന്നവരാണ് ഇതേ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയയും. എന്തുകൊണ്ടായിരിക്കും ഒരു വാർത്തയും വിവാദമാക്കുന്ന അതേ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ അതേ പ്രിവിലേജിലുള്ള ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് നിരന്തരം ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റമുണ്ടാകുമ്പോൾ ആരുമറിയാതെ നിസ്സാരമായി ഒതുക്കിക്കളയുന്നതും അയാൾ ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങളും ഹീറോയിസമായി കൊണ്ടാഘോഷിക്കുന്നതും? കേരളത്തിൽ കുറച്ചു കാലമായി തുടർച്ചയായി നടക്കുന്ന പ്രത്യേക തരത്തിലുള്ള അധമ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അവസാന ഉദാഹരണം മാത്രമാണിത്. പക്ഷം ചേരാതെ യഥാർത്ഥ വാർത്തകൾ ലോകത്തെ അറിയിക്കാനും തെറ്റായ പ്രവണതകളെ തുറന്നുകാട്ടാനും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന മൂന്നാം കണ്ണായാണ് മാധ്യമങ്ങളെ ലോകമാകെ ആദരിച്ചു പോന്നിരുന്നത്. ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന മൂന്നാം കണ്ണ് എന്ന നിലയിലാണ് രാജ്യത്തിൻ്റെ ഭരണഘടന പോലും മാധ്യമപ്രവർത്തനത്തെ വിലയിരുത്തിയിട്ടുള്ളത്. എന്നാൽ വർത്തമാനകാല മാധ്യമപ്രവർത്തനം ആ ഉത്തരവാദിത്വമാണോ ലോകമാകെ നിറവേറ്റുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെയായിരിക്കും ഉത്തരം. മാധ്യമമേഖല കച്ചവടവൽക്കരിക്കുകയോ ഫാസിസത്തിന് കീഴടങ്ങുകയോ ചെയ്തതോടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും സാമ്പത്തിക സ്വാധീനമുള്ളവർക്ക് സാധാരണക്കാർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള വിഷം പുരട്ടിയ മാരകായുധമായി മാധ്യമപ്രവർത്തനം മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരേ സമയം സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി ചിലരെ ബിംബവൽക്കരിക്കുകയും മറ്റു ചിലരെ സമൂഹത്തിനു മുന്നിൽ വ്യക്തിഹത്യയ്ക്ക് ഇരയാക്കി അവരുടെ ജനസ്വാധീനത്തെ അട്ടിമറിക്കാനുമുള്ള കൊട്ടേഷൻ പ്രവർത്തനമായി മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വൈദ്യുതി ബില്ലടയ്ക്കാത്തതിന് ഫ്യൂസ് ഊരാനെത്തിയ ജീവനക്കാരനെ മർദ്ദിക്കുകയും അതിനു പിന്നാലെ കൂടുതൽ ഗുണ്ടകളെയുമായി ഓഫീസിൽ കയറി അവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അടിച്ചു തകർക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവായ ക്രിമിനലിനെ വീരപുരുഷനായി 2 ദിവസം ഇതേ മാധ്യമങ്ങൾ ആഘോഷിച്ചത്. ചാനലുകളിൽ കടുത്ത ഇടതുപക്ഷ വിരുദ്ധ നിരീക്ഷകനായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന് പോലും ഏഷ്യാനെറ്റ് അടക്കം ചെയ്യുന്നത് തെമ്മാടിത്തരമാണെന്നും സമൂഹത്തിൽ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പോക്രിത്തരമാണിതെന്നും തുറന്നടിച്ച് പറയേണ്ടി വന്നത്. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ ആ ഇലക്ട്രിസിറ്റിക്കാരനെ കൈകാര്യം ചെയ്തപ്പോൾ എന്നെ കൈകാര്യം ചെയ്യില്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ദേഹോദ്രവിപ്പിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഇത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? നിങ്ങൾ എത്ര നേരം ഇത് തുടങ്ങിയിട്ട്? ഇന്ന് കാലത്ത് തുടങ്ങിയതല്ലേ? അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ കുറേ ബുദ്ധിജീവികളും കുറേ ചാനലുകാരും കുറേ മാധ്യമപ്രവർത്തകരുമാണ് അരാജകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത്. ഉത്തരേന്ത്യയിൽ മാധ്യമങ്ങൾ 2014 ശേഷം അതിവേഗം സംഘപരിവാർ ഭീഷണിക്ക് വഴങ്ങി ഈ വഴിയെ പോയപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും അതിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ 2021 കേരളത്തിൽ നിലവിൽ ഭരിച്ച സർക്കാരിനെ തന്നെ ജനം കൂടുതൽ വിശ്വാസത്തിലെടുത്ത് തുടർഭരണം നൽകിയതിന് പിന്നാലെയാണ് ഞൊടിയിടയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സംഘപരിവാറിന് വഴങ്ങിയ ദേശീയ മാധ്യമങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയത്. തുടർഭരണത്തിന് പ്രധാന കാരണം സർക്കാരിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ നേതൃശേഷിയും ജനകീയതയുമാണെന്ന് തിരിച്ചറിഞ്ഞ എതിരാളികളുടെ പ്രധാന ലക്ഷ്യമായി പിണറായി വിജയൻ മാറുകയായിരുന്നു.
അതോടെയാണ് ആ ജനകീയത തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും സ്വാധീനിച്ച് വിവാദങ്ങളുണ്ടാക്കി കടുത്ത ആക്രമണങ്ങൾ ആരംഭിച്ചതും അതേസമയം മറുഭാഗത്തുണ്ടാകുന്ന എല്ലാ തെറ്റുകളെയും ക്രിമിനൽ പ്രവർത്തനങ്ങളെയും വാർത്തകളാക്കാതെ സംരക്ഷിക്കുന്ന തരത്തിലേക്കും കേരളത്തിലെ മാധ്യമപ്രവർത്തനം വഴിതിരിഞ്ഞത്. ഫലത്തിൽ ഇത് കേരളത്തിൽ ഒരു സ്വാധീനവുമില്ലാത്ത സംഘപരിവാറിന് നിലമൊരുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് ചില മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം വിരൽ ചൂണ്ടുന്നുമുണ്ട്. ഇതിൻ്റെ തുടർച്ചയാണ് ഒരേ സമയം സുരേഷ് ഗോപിയെ ബിംബവൽക്കരിക്കാനും പിണറായി വിജയനെ അധിക്ഷേപിക്കാനുമുള്ള വാർത്തകളിലേക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചുരുങ്ങിയത്.